ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്മൂസ് ലേണിംഗ്. ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ ബയോളജിയാണ് പഠിക്കുന്നത്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ബയോസ്ഫിയർ, ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ. ഈ പോസ്റ്റർ നോക്കൂ. ലെറ്റസ് യുണൈറ്റ് ടു റീഗെയിൻ അവർ ഗ്രീൻ എർത്ത്. നമുക്കൊറ്റക്കെട്ടായി ഹരിതഭൂമിയെ വീണ്ടെടുക്കാം. ഈ പോസ്റ്ററിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് സസ്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ബൈ ഫോട്ടോസിന്തസിസ് അല്ലേ? പ്രകാശ സംശ്ലേഷണം എന്ന പ്രോസസ്സ് വഴിയാണ് സസ്യങ്ങൾ ആഹാരം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ പ്ലാന്റ്സ് പുറത്തുവിടുന്ന ഓക്സിജനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഫോട്ടോസിന്തസിസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും പ്ലാന്റ്സിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെയാണ് പഠിക്കുന്നത്. മനസ്സിലായോ? പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സസ്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. സേവ് എർത്ത് ഫ്രം ഗ്ലോബൽ വാർമിംഗ്. ആഗോള താപനത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാമെന്നതിനെ അടിസ്ഥാനമാക്കി വരച്ച ഒരു പോസ്റ്ററാണ്. അപ്പോൾ എന്താണ് ഗ്ലോബൽ വാർമിംഗ്? ആഗോള താപനം. അന്തരീക്ഷത്തിലെ താപനില ക്രമാതീതമായി കൂടുന്ന അവസ്ഥയാണ് ആഗോള താപനം അഥവാ ഗ്ലോബൽ വാർമിംഗ്. ദ ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് ഇൻക്രീസസ് ഗ്രാജുവലി. ദ മെയിൻ റീസൺ ഫോർ ഗ്ലോബൽ വാർമിംഗ് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഈ ഗ്ലോബൽ വാർമിങ്ങിനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നതാണ്. പ്ലാന്റ്സ് ക്യാൻ റെസിസ്റ്റ് ദിസ് ടു എ സെർട്ടൈൻ എക്സ്റ്റെൻറ്റ്. അപ്പോൾ സസ്യങ്ങൾക്ക് ഒരു പരിധിവരെ ഇത് തടയാൻ കഴിയും. മനസ്സിലായോ? അപ്പോൾ വാട്ട് ഈസ് ഗ്ലോബൽ വാർമിംഗ്? ഗ്ലോബൽ വാർമിംഗ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് ഇൻക്രീസസ് ഗ്രാജുവലി. അന്തരീക്ഷത്തിലെ താപനില ക്രമാതീതമായി കൂടുന്ന അവസ്ഥയാണ് ഗ്ലോബൽ വാർമിംഗ്. വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഫോർ ഗ്ലോബൽ വാർമിംഗ്? ആഗോള താപനത്തിനുള്ള മുഖ്യ കാരണം എന്താണ്? The main reason for global warming is the increase in the level of greenhouse gases in the atmosphere. അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങൾ വർദ്ധിക്കുന്നതാണ് ആഗോള താപനത്തിനുള്ള മുഖ്യ കാരണം. അപ്പോൾ ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്? അപ്പോൾ അവയിൽ പ്രധാനപ്പെട്ട ഹരിതഗൃഹവാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ മീഥെയ്ൻ. മനസ്സിലായോ? ഇനി നോക്കൂ. Analyze illustration given below based on the indicators and prepare notes in the science diary. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ചിത്രീകരണം ശ്രദ്ധിച്ച് നോട്ട് തയ്യാറാക്കാനാണ്. എന്താണ് ചിത്രീകരണത്തിൽ തന്നിരിക്കുന്നത്? ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ് ഇൻ അറ്റ്മോസ്ഫിയർ അല്ലേ? അന്തരീക്ഷത്തിലെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് സന്തുലനമാണ്. അതെങ്ങനെയാണ് നടക്കുന്നത്? പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഗ്ലൂക്കോസും അതുപോലെ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് സമയത്ത് പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ അതെവിടെ കാണപ്പെടുന്നു? അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നു. ഇത് രണ്ടും അനിമൽസ് ഉപയോഗിക്കുന്നു. ഈ അനിമൽസ് എന്ത് ചെയ്യുന്നു? റെസ്പിറേഷൻ സമയത്ത്, ശ്വസന സമയത്ത് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്നും പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ പ്ലാന്റ്സ് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. അത് അനിമൽസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? റെസ്പിറേഷൻ വഴി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നു. അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ്റെയോ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാതെ എന്ത് ചെയ്യുന്നു? അത് ബാലൻസ് ആയി നിലനിൽക്കുന്നു അല്ലേ? ഒരു ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് സന്തുലനം ഉണ്ടാകുന്നു. മനസ്സിലായല്ലോ? എങ്കിൽ ആ ഇൻഡിക്കേറ്റേഴ്സ് നോക്കൂ. വൈ ഡസിൻറ്റ് ദ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഡിക്രീസ്? അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയാത്തതെന്തുകൊണ്ട്? പ്ലാന്റ്സ് റിലീസ് ഓക്സിജൻ ത്രൂ ഫോട്ടോസിന്തസിസ്. സോ ദ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഡസ് നോട്ട് ഡിക്രീസ്. മനസ്സിലായോ? പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. അതുകൊണ്ട് അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നില്ല. വൈ ഡസിൻറ്റ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻക്രീസ്? എന്തുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടാത്തത്? എന്തുകൊണ്ടാണ്? പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണത്തിനു വേണ്ടി സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നു. അതുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്
കൂടാത്തത്. വിച്ച് പ്രോസസ് ഇൻ പ്ലാന്റ്സ് റെഗുലേറ്റ് ദ ലെവൽ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? സസ്യങ്ങളിൽ നടക്കുന്ന ഏത് പ്രക്രിയയാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് നിയന്ത്രിക്കുന്നത്? ഏത് പ്രോസസ്സാണ്? ഫോട്ടോസിന്തസിസ് അല്ലേ? പ്രകാശ സംശ്ലേഷണം എന്ന പ്രോസസ്സ് വഴിയാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് നിയന്ത്രിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയാത്തതിന് കാരണം ഫോട്ടോസിന്തസിസ് സമയത്ത് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടാത്തതിന് കാരണം പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? ഫോട്ടോസിന്തസിസ് സമയത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയാണ് ഈ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് നിയന്ത്രിക്കുന്നത്. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഹൗ പ്ലാന്റ്സ് കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ്? ആഗോള താപനത്തെ സസ്യങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു, ഗ്ലോബൽ വാർമിങ്ങിനുള്ള കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഒന്നായ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നതാണ് അല്ലേ? ആ കാർബൺ ഡൈ ഓക്സൈഡിനെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? ഫോട്ടോസിന്തസിസ് സമയത്ത് അബ്സോർബ് ചെയ്യുന്നു. ഇങ്ങനെ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത് തടയാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് ഗ്ലോബൽ വാർമിംഗ് തടയുന്നതിൽ സസ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന്. ലിസ്റ്റ് ഔട്ട് ദ ഫാക്ടേഴ്സ് അതർ ദാൻ കാർബൺ ഡൈ ഓക്സൈഡ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടാതെ ആവശ്യമായ മറ്റു ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ, ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടാതെ വേറെന്തൊക്കെ വേണം? മിനറൽസ് ആൻഡ് സോൾട്ട്സ്, ധാതു ലവണങ്ങൾ വേണം. ക്ലോറോഫിൽ, ഹരിതകം വേണം. പിന്നെയോ വാട്ടർ, ജലം വേണം. സൺലൈറ്റ് അല്ലേ, സൂര്യപ്രകാശം. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി ഇവ ഓരോന്നും എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്? അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നു. മിനറൽസ് ആൻഡ് സോൾട്ട്സ്, അതെവിടെ നിന്നാണ്? സോയിൽ, മണ്ണിൽ നിന്നും ധാതു ലവണങ്ങൾ കിട്ടുന്നു. ക്ലോറോഫില്ലോ, ഹരിതകം എവിടെ നിന്നാണ്? പ്ലാന്റ് സെൽ, സസ്യകോശത്തിലെ ക്ലോറോപ്ലാസ്റ്റ് അല്ലേ, ഹരിത കണത്തിലാണ് ക്ലോറോഫിൽ കാണപ്പെടുന്നത്. ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രീൻ കളറിംഗ് പിഗ്മെൻ്റ് ആണ് എന്ത്? ക്ലോറോഫിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹരിത കണത്തിലടങ്ങിയിരിക്കുന്ന ഹരിതകം എന്ന വർണ്ണവസ്തുവാണ് ഫോട്ടോസിന്തസിസിന് ഉപയോഗിക്കുന്നത്. ഇനി സണ്ണിൽ നിന്നും സൺലൈറ്റ് കിട്ടുന്നു. വാട്ടർ, ജലം സസ്യങ്ങൾക്ക് സോയിലിൽ നിന്നും ലഭിക്കുന്നു. സസ്യങ്ങളുടെ അടുക്കള എന്ന് പറയുന്നത് ഇലകളാണ് അല്ലേ? ക്ലോറോഫിൽ ഇമ്പാർട്സ് ഗ്രീൻ കളർ ടു പ്ലാന്റ് പാർട്സ്. സസ്യഭാഗങ്ങൾക്ക് പച്ച നിറം നൽകുന്നത് ഹരിതകം എന്ന വർണ്ണവസ്തുവാണ്. മനസ്സിലായോ? അപ്പോൾ നൈം ദ പിഗ്മെൻറ്റ് വിച്ച് ഇമ്പാർട്സ് ഗ്രീൻ കളർ ടു പ്ലാന്റ് പാർട്സ്. സസ്യഭാഗങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ക്ലോറോഫിൽ, ഹരിതകം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ഇലയെടുത്ത് നിരീക്ഷിച്ചു നോക്കൂ. ആ ഇലയുടെ മുകൾ ഭാഗത്ത് ആ ഇലയുടെ അടിവശത്തേക്കാൾ പച്ച നിറം കൂടുതലായിരിക്കും അല്ലേ? അതിനുള്ള കാരണം എന്താണ്? വൈ ഈസ് ദ അപ്പർ പാർട്ട് ഓഫ് ലീഫ് ഗ്രീനർ ദാൻ ദ ലോവർ പാർട്ട്? ഇലയുടെ മുകൾ വശത്ത് പച്ച നിറം കൂടുതലാകാൻ കാരണം എന്താണ്? മോർ എമൗണ്ട് ഓഫ് ക്ലോറോഫിൽ ഈസ് പ്രസൻറ്റ് ഓൺ ദ അപ്പർ പാർട്ട് ഓഫ് ലീഫ്. ഇലയുടെ മുകൾ വശത്താണ് കൂടുതൽ അളവിൽ ഹരിതകം അടങ്ങിയിരിക്കുന്നത്. ഹെൻസ് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് മോർ ഓൺ ദ അപ്പർ റീജിയൻ ഓഫ് ലീഫ്. അതുകൊണ്ട് തന്നെ ഇലയുടെ മുകൾ വശത്തായിരിക്കും പ്രകാശ സംശ്ലേഷണ നിരക്ക് കൂടുതൽ. മനസ്സിലായോ? അപ്പോൾ ഇലയുടെ മുകൾ വശം കൂടുതൽ പച്ചനിറമായി കാണാൻ കാരണം ഇലയുടെ മുകൾ വശത്താണ് കൂടുതൽ അളവിൽ ഹരിതകം അടങ്ങിയിരിക്കുന്നത്. മോർ എമൗണ്ട് ഓഫ് ക്ലോറോഫിൽ ഈസ് പ്രസൻറ്റ് ഓൺ ദ അപ്പർ പാർട്ട് ഓഫ് ലീഫ്. ഇത് നോക്കൂ, ഒരു ലീഫിൻ്റെ ക്രോസ് സെക്ഷനാണ് തന്നിരിക്കുന്നത്. സെക്ഷൻ ഓഫ് ലീഫ് കണ്ടല്ലോ. എന്തൊക്കെയാണ് കാണുന്നത്? ഏറ്റവും മുകളിലായി എന്താണ്? എപ്പിഡെർമിസ് അല്ലേ, ഉപരിവൃതി എന്ന് പറയും. എപ്പിഡെർമിസ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ്. ഏറ്റവും പുറമേ കാണപ്പെടുന്ന കോശങ്ങളുടെ ഒരു പാളിയാണ്. അതിനു താഴെയായി പ്ലാന്റ് സെൽസ് നല്ല അടുത്തായി കാണപ്പെടുന്നു അല്ലേ, അടുത്തടുത്തായി കാണപ്പെടുന്നു. പിന്നെയോ വാസ്കുലാർ ടിഷ്യൂ ഏതൊക്കെയാണ്? സൈലം, ഫ്ലോയം, സംവഹന കലകൾ, സൈലവും ഫ്ലോയവും. പിന്നെ സ്റ്റൊമാറ്റ എന്താണ്? ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നത് ഈ സ്റ്റൊമാറ്റ വഴിയാണ്. മനസ്സിലായോ?
വാതകങ്ങളുടെ കൈമാറ്റം നടക്കുന്നത് ഈ സ്റ്റൊമാറ്റ വഴിയാണ്. പ്ലാന്റ് സെല്ലിൻ്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സസ്യകോശത്തിൻ്റെ ഘടന അല്ലേ? അപ്പോൾ ഒരു പ്ലാന്റ് സെൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പ്ലാന്റ് സെല്ലിൽ വരുന്ന ഒരു പാർട്ടാണ് ക്ലോറോപ്ലാസ്റ്റ് അല്ലേ, ഹരിതകണം. ഈ ക്ലോറോപ്ലാസ്റ്റിലാണ് ക്ലോറോഫിൽ എന്ന പിഗ്മെൻ്റ് അടങ്ങിയിരിക്കുന്നത്. സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന ഗ്രീൻ കളറിംഗ് പിഗ്മെൻ്റായ ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ്. മനസ്സിലായോ? പ്ലാന്റ് സെല്ലിലെ ഒരു പാർട്ടായ ക്ലോറോപ്ലാസ്റ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഇലയ്ക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവായ ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്നത് ഈ ക്ലോറോപ്ലാസ്റ്റിലാണ്. ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടനയാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് ഗ്രാനയാണ്. എന്താണ് ഗ്രാന? പാക്ക് ഓഫ് മെംബ്രേനിയസ് സാക്സ്, സ്തരസഞ്ചികളുടെ അടുക്കാണ് ഗ്രാന എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഗ്രാന എന്ന് പറയുന്നത് പാക്ക് ഓഫ് മെംബ്രേനിയസ് സാക്സ് ആണ്. അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ ഏതൊക്കെ പാർട്ടാണെന്നാണ് പറയുന്നത്. അടുത്ത് സ്ട്രോമ, ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ഹരിതകണത്തിലെ ദ്രാവക ഭാഗമാണ് സ്ട്രോമ. അപ്പോൾ ഫ്ലൂയിഡ് പാർട്ടാണ്, ദ്രാവക ഭാഗമാണ് സ്ട്രോമ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഡബിൾ മെംബ്രെയിൻ, ഇരട്ടപ്പാളികളുള്ള സ്തരം. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിന് പുറമെ എന്താണ്? ഡബിൾ മെംബ്രെയിൻ ആണ്, ഇരട്ടപ്പാളികളുണ്ട്, അതിനകത്ത് ഫ്ലൂയിഡ് പാർട്ടുണ്ട്. അതെന്ത് പറയും? സ്ട്രോമ. പാക്ക് ഓഫ് മെംബ്രേനിയസ് സാക്സ്, സ്തരസഞ്ചികളുടെ അടുക്കിനെ ഗ്രാന എന്ന് പറയുന്നു. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? പാർട്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്: ഗ്രാന, സ്ട്രോമ, ഡബിൾ മെംബ്രെയിൻ. സ്ട്രോമ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്, ഗ്രാന എന്ന് പറയുന്നത് പാക്ക് ഓഫ് മെംബ്രേനിയസ് സാക്സ്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് കൂടുതലായി പഠിക്കാം. ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഈ ഹരിത കണങ്ങളിലാണ്. ഇറ്റ് ഒക്കേഴ്സ് നോട്ട് ഓൺലി ഇൻ ലീവ്സ് ബട്ട് ഇൻ റീജിയൻസ് വേറെവർ ക്ലോറോപ്ലാസ്റ്റ് ഈസ് പ്രസൻറ്റ്. ഇത് എവിടെയൊക്കെ ഹരിത കണങ്ങളുണ്ടോ അവിടെയെല്ലാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നു. അപ്പോൾ ഇലകളിൽ മാത്രമല്ല, ഈ ക്ലോറോപ്ലാസ്റ്റ് സസ്യത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ പ്രസൻ്റ് ആണോ അവിടെയെല്ലാം എന്ത് നടക്കുന്നു? ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം നടക്കുന്നു. പിഗ്മെൻറ്റ്സ് ദാറ്റ് അബ്സോർബ് സൺലൈറ്റ് ആർ ഫൗണ്ട് ഇൻ ദ ഗ്രാന ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്റ്സ് ആണ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഹരിത കണത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. മനസ്സിലായോ? പിഗ്മെൻറ്റ്സ് കാണപ്പെടുന്നത് ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിലാണ്. ഏതൊക്കെയാണ് പിഗ്മെൻറ്റ്സ്? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ ആർ ദ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ഗ്രാന. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിലാണ് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ. ഇതെല്ലാം സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന പിഗ്മെൻറ്റ്സ് ആണ്. ഓൾ ദീസ് പിഗ്മെൻറ്റ്സ് ക്യാൻ അബ്സോർബ് സൺലൈറ്റ്. ഈ പിഗ്മെൻറ്റ്സ് എല്ലാം, ഈ വർണ്ണകങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ളവയാണ്. ഹൗവർ ഓൺലി ക്ലോറോഫിൽ എ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ ഫോട്ടോസിന്തസിസ്. ഓൾ അതർ പിഗ്മെൻറ്റ്സ് അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു ക്ലോറോഫിൽ എ. ഇതിൽ ക്ലോറോഫിൽ എക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയൂ. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൽ ഡയറക്റ്റായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ക്ലോറോഫിൽ എ ആണ്. മറ്റുള്ള പിഗ്മെൻറ്റ്സ് ഒക്കെ എന്താണ് ചെയ്യുന്നത്? അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു ക്ലോറോഫിൽ എ. മറ്റുള്ള പിഗ്മെൻറ്റ്സ് സൺലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ക്ലോറോഫിൽ എക്ക് കൈമാറ്റം ചെയ്യുന്നു. ഹെൻസ് ദേ ആർ കോൾഡ് ആക്സസറി പിഗ്മെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ ക്ലോറോഫിൽ എ ഒഴികെയുള്ള മറ്റുള്ള പിഗ്മെൻറ്റ്സിനെ പറയുന്നത് എന്താണ്? ആക്സസറി പിഗ്മെൻറ്റ്സ്, സഹായക വർണ്ണകങ്ങൾ. അപ്പോൾ ആക്സസറി പിഗ്മെൻറ്റ്സ് അഥവാ സഹായക വർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? ക്ലോറോഫിൽ ബി, കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചത് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ്. വേർ ഡസ് ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ്? എവിടെയാണ്? ക്ലോറോപ്ലാസ്റ്റ്. അതുപോലെ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള പിഗ്മെൻറ്റ്സ് എല്ലാം കാണപ്പെടുന്നത് എവിടെയാണ്? ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിലാണ്. ഏതൊക്കെയാണ് ഗ്രാനയിൽ കാണപ്പെടുന്ന പിഗ്മെൻറ്റ്സ്? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ. അതുപോലെ
ഈ പിഗ്മെൻസിനെല്ലാം സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിവുണ്ടെങ്കിലും ഫോട്ടോസിന്തസിസിൽ ഡയറക്റ്റായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പിഗ്മെൻ്റ് ഏതാണ്? ക്ലോറോഫിൽ എ. മറ്റുള്ള പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ ബി, കെരോട്ടിൻ ആൻഡ് സാന്തോഫിൽ അതിനെങ്ങനെയാണ് പറയുന്നത്? ആക്സസറി പിഗ്മെൻറ്റ്സ്, സഹായക വർണ്ണങ്ങൾ എന്നാണ്. കാരണം അവ സൺലൈറ്റ് അബ്സോർബ് ചെയ്ത് ക്ലോറോഫിൽ എക്ക് കൈമാറ്റം ചെയ്യുന്നു, അല്ലേ? ഇനി ഈ ഇൻഡിക്കേറ്റേഴ്സ് ആൻസർ ചെയ്യാമല്ലോ. പാർട്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഏതൊക്കെയാണ്? ഡബിൾ മെംബ്രെയിൻ, സ്ട്രോമ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്, ഗ്രാന പാക്ക് ഓഫ് മെംബ്രേനിയസ് സാക്സ്. പിഗ്മെൻറ്റ്സ് ഇൻ ക്ലോറോപ്ലാസ്റ്റ് ഏതൊക്കെയാണ്? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കെരോട്ടിൻ ആൻഡ് സാന്തോഫിൽ. റോൾ ഓഫ് പിഗ്മെൻറ്റ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണത്തിൽ ഈ വർണ്ണകങ്ങളുടെ പങ്കാണ്. എന്താണ്? ക്ലോറോഫിൽ എ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ ഫോട്ടോസിന്തസിസ്. ഹരിതകം എ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു. അതർ പിഗ്മെൻറ്റ്സ് ലൈക്ക് ക്ലോറോഫിൽ ബി, കെരോട്ടിൻ ആൻഡ് സാന്തോഫിൽ അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു ക്ലോറോഫിൽ എ. മറ്റുള്ള വർണ്ണകങ്ങളായ ക്ലോറോഫിൽ ബി, അതിലെ ഹരിതകം ബിയും കെരോട്ടിനും സാന്തോഫിലും സൂര്യപ്രകാശം ആഗിരണം ചെയ്ത് ഹരിതകം എക്ക് കൈമാറുന്നു. ഈ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ എലോങ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ഷുഡ് ഓൾസോ റീച്ച് ദ ലീവ്സ് ഫോർ ഫോട്ടോസിന്തസിസ്. അല്ലേ? പ്രകാശ സംശ്ലേഷണത്തിന് കാർബൺ ഡൈ ഓക്സൈഡിനോടൊപ്പം ജലവും ഇലകളിൽ എത്തേണ്ടതുണ്ട്. ഇവ എങ്ങനെയാണ് ഇലകളിൽ എത്തിച്ചേരുന്നത്? ഹൗ ഡു ദേ റീച്ച് ദ ലീവ്സ്? ഹൗ ഡു ദ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ റീച്ച് ദ ലീവ്സ്? എങ്ങനെയാണ്? നോക്കൂ. പാത്ത് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ലീവ്സ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിൽ എത്തിച്ചേരുന്നത് അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റൊമാറ്റ വഴി. ഇലകളിലെ ക്രോസ് സെക്ഷൻ പഠിച്ചപ്പോൾ സ്റ്റൊമാറ്റ എന്നൊരു പാർട്ട് പറഞ്ഞു, അല്ലേ? ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളാണ്, അല്ലേ? ഹോൾസ് ആണ് സ്റ്റൊമാറ്റ. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഈ ഇലകളിൽ കാണപ്പെടുന്ന ഈ സ്റ്റൊമാറ്റ വഴി ഇലകൾക്കുള്ളിലെത്തുന്നു, ഇൻസൈഡ് ദ ലീവ്സ്, അല്ലേ? അപ്പോൾ അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റൊമാറ്റ വഴി ലീവ്സിനുള്ളിലെത്തുന്നു, ഇൻസൈഡ് ദ ലീവ്സ്. അതുപോലെ ജലവും ഈ ഇലകൾക്കുള്ളിലെത്തേണ്ടതുണ്ട്. അതെങ്ങനെയാണ്? പാത്ത് ഓഫ് വാട്ടർ ടു ലീവ്സ്. ജലം ഇലകളിലെത്തുന്ന മാർഗമാണ്. എങ്ങനെയാണ്? സോയിലിൽ കാണപ്പെടുന്ന വാട്ടർ റൂട്ട് വലിച്ചെടുക്കുന്നു, അല്ലേ? വേര് വലിച്ചെടുക്കുന്നു. ആ വേരിൽ നിന്നും സൈലം വഴിയാണ് ലീവ്സിനുള്ളിലെത്തുന്നത്. സൈലം, ഫ്ലോയം ഇതൊക്കെ നമ്മൾ പഠിച്ചു, അല്ലേ? സൈലം എന്താണ്? റൂട്ടിൽ നിന്നും ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നതാണ് സൈലം. തിരിച്ചെന്താണ്? ഫ്ലോയം എന്താണ്? ഇലകൾ പ്രിപ്പയർ ചെയ്ത ഫുഡ് സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ഫ്ലോയം വഴിയാണ്. അപ്പോൾ റൂട്ടിൽ നിന്നും ഇലകളിലേക്ക് വാട്ടർ എത്തിക്കുന്നത് സൈലമാണ്. അപ്പോൾ പാത്ത് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ലീവ്സ്, അതുപോലെ പാത്ത് ഓഫ് വാട്ടർ ടു ലീവ്സ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിലെത്തുന്ന മാർഗവും ജലം ഇലകളിലെത്തുന്ന മാർഗവും പഠിച്ചല്ലോ. കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്നും സ്റ്റൊമാറ്റ വഴി ലീവ്സിനുള്ളിലെത്തുന്നു. അതുപോലെ വാട്ടർ സോയിലിൽ നിന്നും റൂട്ടും സൈലവും വഴി ലീവ്സിനുള്ളിലെത്തുന്നു, ഇലകൾക്കുള്ളിലെത്തുന്നു. മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കുന്നത് ദ കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ രസതന്ത്രമാണ്. ഹൗ ഡു പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഫുഡ് ആൻഡ് ഓക്സിജൻ ത്രൂ ഫോട്ടോസിന്തസിസ്? എങ്ങനെയാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരവും ഓക്സിജനും ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസ് വഴിയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. എങ്ങനെയാണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? അതുപോലെ ഓക്സിജൻ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തേക്ക് വിടുന്നു, അല്ലേ? ഇതാ നോക്കൂ. കമ്പയർ ദ 2 phases ഓഫ് ഫോട്ടോസിന്തസിസ് ആൻഡ് കംപ്ലീറ്റ് ടേബിൾ 1.1. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസിൻ്റെ 2 phase പഠിച്ചിട്ട് അടുത്ത ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഏതൊക്കെയാണ് 2 phases ഓഫ് ഫോട്ടോസിന്തസിസ് നോക്കാം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ 2 ഘട്ടങ്ങൾ. നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, അല്ലേ? ക്ലോറോപ്ലാസ്റ്റിൽ ഗ്രാന എന്നും സ്ട്രോമ എന്നും 2 പാർട്ടുണ്ട്, അല്ലേ? ഗ്രാന എന്താണ്? പാക്ക് ഓഫ് മെംബ്രേനിയസ് സാക്സ്. അതുപോലെ സ്ട്രോമ ഫ്ലൂയിഡ് പാർട്ടാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസിലെ 2 phases ആണ് ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ്, പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. ഇതിൽ ലൈറ്റ് ഫേസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിലും ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമയിലുമാണ്. മനസ്സിലായോ? പ്രകാശഘട്ടം ഗ്രാനയിലും ഇരുണ്ട ഘട്ടം സ്ട്രോമയിലുമാണ്.
ഇനി ഓരോ ഫേസിലും എന്താണ് നടക്കുന്നത് നോക്കാം. ലൈറ്റ് ഫേസ് ആണ് പറയുന്നത്, പ്രകാശഘട്ടം. ലൈറ്റ് ഈസ് യൂസ്ഡ്, വാട്ടർ സ്പ്ലിറ്റ്സ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്, ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. പ്രകാശം ഉപയോഗിക്കുന്നു, അതുപോലെ എന്താണ്, ജലം വിഘടിച്ച് ഓക്സിജൻ പുറത്തു വരുന്നു. അപ്പോൾ ജലം വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു, സ്ട്രോമയിൽ എത്തിച്ചേരുന്നു അല്ലേ. വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജനും ഹൈഡ്രജനുമായി മാറുന്നു, അതിലെ ഓക്സിജൻ പുറത്തു വരുന്നു, ഹൈഡ്രജനോ സ്ട്രോമയിലേക്ക് എത്തിച്ചേരുന്നു. ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. പ്രകാശോർജം രാസോർജമാക്കി ATPയിൽ സംഭരിക്കുന്നു. ATP എന്താ, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ ATPയെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ജീവകോശങ്ങളിൽ ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസ് അല്ലേ, ഉപാപചയ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടക്കണമെങ്കിൽ ഊർജ്ജ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവൈലബിലിറ്റി ഓഫ് എനർജി മസ്റ്റ് ബി എൻഷുർഡ് ഫോർ കണ്ടിന്യൂസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഇൻ ദ സെൽസ്. ATP മോളിക്യൂൾസ് ഈസ് യൂസ്ഡ് ഫോർ ദ കണ്ടിന്യൂസ് ട്രാൻസ്ഫർ ഓഫ് എനർജി. അപ്പോൾ ഊർജ്ജ ലഭ്യത ഉറപ്പുവരുത്തണമെങ്കിൽ ഈ ATP തന്മാത്രകളാണ് തുടർച്ചയായ ഊർജ്ജ കൈമാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായി നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ ATP എന്ന് വെച്ചാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അല്ലേ. സസ്യകോശങ്ങൾ, ജീവകോശങ്ങളിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടി തുടർച്ചയായി ഊർജ്ജ കൈമാറ്റം ചെയ്യപ്പെടുന്ന തന്മാത്രയാണ് ATP. അപ്പോൾ ഈ ലൈറ്റ് ഫേസിൽ ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. അപ്പോൾ ലൈറ്റ് ഫേസ് മനസ്സിലായല്ലോ. പ്രകാശ ലൈറ്റ് ഈസ് യൂസ്ഡ്, വാട്ടർ സ്പ്ലിറ്റ്സ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്, ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. ഇനി ഡാർക്ക് ഫേസ്, ഇരുണ്ട ഘട്ടം. ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്, അത് സ്ട്രോമയിലാണ് നടക്കുന്നത്, അവിടെ പ്രകാശം ഉപയോഗിക്കുന്നില്ല. എനർജി ഇൻ ATP ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ്. ഈ ATPയിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന എനർജി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. മനസ്സിലായോ? നമ്മൾ ലൈറ്റ് ഫേസ് പഠിച്ചപ്പോൾ പറഞ്ഞു, ലൈറ്റ് എനർജി കെമിക്കൽ എനർജിയായി ATPയിൽ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ ആ ATPയിൽ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന എനർജി ആ സ്ട്രോമയിൽ എത്തിച്ചേർന്ന ഹൈഡ്രജനും അതുപോലെ അബ്സോർബ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡും ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഫോട്ടോസിന്തസിസിലെ 2 ഘട്ടമാണ്, 2 ഫേസസ് ആണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്. ഓരോന്നും നടക്കുന്നത് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. ലൈറ്റ് ഫേസ് എവിടെയാണ്? ഗ്രാന. ഡാർക്ക് ഫേസ് എവിടെയാണ്? ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമ. ലൈറ്റ് ഫേസിൽ ലൈറ്റ് ഉപയോഗിക്കുന്നു, അവിടെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജനും ഹൈഡ്രജനും ഉണ്ടാകുന്നു. ആ ഓക്സിജൻ റിലീസ് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. എന്നാൽ ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു അല്ലേ. ഇവിടെ ലൈറ്റ് എനർജി എന്തായി മാറുന്നു? കെമിക്കൽ എനർജിയായി ATPയിൽ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെയോ ഡാർക്ക് ഫേസിലോ ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്, അതുപോലെ ATPയിൽ സ്റ്റോർ ചെയ്ത എനർജി ആ സ്ട്രോമയിലെ ഹൈഡ്രജനും അതുപോലെ അബ്സോർബ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡും ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഇൻഡിക്കേറ്റേഴ്സ്, ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ് അല്ലേ. സൂചകങ്ങൾ, പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം. ലൊക്കേഷൻ, സ്ഥാനം എവിടെയാണ്? ലൈറ്റ് ഫേസിൽ ഗ്രാനയാണ്, ഡാർക്ക് ഫേസ് സ്ട്രോമയാണ് അല്ലേ. പ്രകാശഘട്ടത്തിൽ ഗ്രാനയിലും ഇരുണ്ട ഘട്ടത്തിൽ സ്ട്രോമയിലും. ആക്ഷൻ, അവിടെ നടക്കുന്ന പ്രവർത്തനം. ലൈറ്റ് ഫേസിൽ എന്താണ്? വാട്ടർ സ്പ്ലിറ്റ്സ്, ജലം വിഘടിക്കുന്നു. ഡാർക്ക് ഫേസിലോ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻ, ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും സംയോജിക്കുന്നു. പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങളോ ലൈറ്റ് ഫേസിൽ ഓക്സിജനും എനർജിയുമാണ് അല്ലേ. നമ്മൾ പഠിച്ചു, വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജനാണ് പുറത്തു വരുന്നത്, അതുപോലെ അവിടെ എനർജിയും ഉണ്ടാകുന്നു അല്ലേ. ATPയിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി. അപ്പോൾ ഓക്സിജനും എനർജിയുമാണ് അവിടുത്തെ പ്രോഡക്ട്സ്. എന്നാൽ ഡാർക്ക് ഫേസിലോ ഗ്ലൂക്കോസ് ആണ്, ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കമ്പൈൻ ചെയ്ത് ഗ്ലൂക്കോസ് ആണ് ഉണ്ടാകുന്നത്. ഇനി ലൈറ്റ് ഫേസിൽ നെസസിറ്റി ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ ആവശ്യകത, നീഡഡ് ആവശ്യമുണ്ട്. എന്നാൽ ഡാർക്ക് ഫേസിൽ നോട്ട് നീഡഡ്, ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ് അല്ലേ. ATP അഡ്നോസിൻ ട്രൈഫോസ്ഫേറ്റ് ലൈറ്റ് ഫേസിൽ ഫോം ചെയ്യുന്നു,
ഡാർക്ക് ഫേസിലോ ഈ ATP യൂട്ടിലൈസ്ഡ് വിനിയോഗിക്കപ്പെടുന്നു. ATP ലൈറ്റ് ഫേസിൽ പ്രകാശഘട്ടത്തിൽ രൂപപ്പെടുന്നു. എന്നാൽ ഡാർക്ക് ഫേസിൽ ഈ ATP ആണ് ഗ്ലൂക്കോസ് രൂപപ്പെടാൻ വിനിയോഗിക്കപ്പെടുന്നത് അല്ലേ. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകാൻ ഉപയോഗിക്കപ്പെടുന്ന എനർജി. മനസ്സിലായല്ലോ. അപ്പോൾ 2 ഫേസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഏതൊക്കെയാണ്? ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്. ഇനി ഓരോന്നിൻ്റെയും ലൊക്കേഷൻ, ആക്ഷൻ, പ്രോഡക്ട്സ്, അതുപോലെ നെസസിറ്റി ഓഫ് ലൈറ്റ് അല്ലേ, സ്ഥാനം, പ്രവർത്തനം, ഉൽപ്പന്നങ്ങൾ, പ്രകാശത്തിൻ്റെ ആവശ്യകത, അതുപോലെ ATP എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഫോട്ടോസിന്തസിസിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.